ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉന്നത ബന്ധങ്ങൾ എന്തായിരുന്നു? ചില ചിത്രങ്ങൾ ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. ശബരിമല തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തന്റെ വിവാഹ ചടങ്ങിലും ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കെടുത്തു. അതെപ്പോഴാണെന്ന് ഓർമ്മിക്കണം, 2025 ഓഗസ്റ്റ് മാസത്തിലും. മന്ത്രി വി.എൻ. വാസവൻ വരനോട് കുശലം പറയുമ്പോൾ മന്ത്രിയുടെ തൊട്ടടുത്ത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമുണ്ട്. ചിത്രത്തിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ എ. പത്മകുമാറും കെ. അനന്തഗോപനും പങ്കെടുത്തിട്ടുണ്ട്. തിരുവല്ല വിജയ കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് വിവാഹം നടന്നത്. മന്ത്രി വി.എൻ. വാസവന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിലാണ് ഈ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 25-ന്, അതായത് സെപ്റ്റംബർ മാസത്തിലാണ് 2025 സെപ്റ്റംബർ മാസത്തിലാണ് രണ്ടാമതും ഈ സ്വർണ്ണപ്പാളികൾ സ്വർണം പൂശാനായിട്ട് കൊണ്ടുപോകാൻ പോറ്റി താല്പര്യം പ്രകടിപ്പിക്കുന്നത്. അതിന് കൃത്യം ഒരു മാസം മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ തന്ത്രി ബ്രഹ്മദത്തൻ കണ്ഠരരുടെ വിവാഹ ചടങ്ങിലും പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. എ. പത്മകുമാർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് അനന്തഗോപൻ, ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ തുടങ്ങിയവർ തിരുവല്ല വിജയ കൺവെൻഷൻ സെന്ററിൽ നടന്ന വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. മന്ത്രിയുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പ്രേക്ഷകർക്ക് കാണാം. നോക്കൂ, ഇത് 2019 ഈ സ്വർണ്ണപ്പാളി കടത്തുന്നു. അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പിന്നീട് ഉണ്ടാവുന്നു. അതിനു മുൻപ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലിൽ ദുരൂഹതയുണ്ട് എന്ന് ദേവസ്വം ബോർഡ് സംശയിച്ചിരുന്നു എന്നാണ് PS പ്രശാന്ത് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഉണ്ണികൃഷ്ണൻ പോറ്റി 2025 ഓഗസ്റ്റ് മാസം, അതായത് 1.5 മാസങ്ങൾക്ക് മുമ്പ് പോലും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരുമായും ദേവസ്വം വകുപ്പ് മന്ത്രിയുമായും ഒരു കല്യാണ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന്റെ ദൃശ്യം മന്ത്രി തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പ്രവീൺ പുരുഷോത്തമനും TV പ്രസാദും തത്സമയം ചേരുന്നുണ്ട്. പ്രവീൺ, ഈ ചടങ്ങ് നടന്നത് എന്നാണ്? ഉന്നതരൊക്കെയാണ് അവിടെ പങ്കെടുത്തിരിക്കുന്നത്. മന്ത്രിയുടെ തൊട്ടടുത്ത് തന്നെ കാണാം. ദേവസ്വം ശബരിമലയിലെ ഏറ്റവും പ്രധാനികളുടെ സാന്നിധ്യത്തിൽ ആണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്, അല്ലേ? പറയുന്നത് പോലെ. പക്ഷെ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാവുന്ന രണ്ടുപേർ അവിടെയുണ്ട്. ഒന്ന് അനന്തഗോപനും മറ്റൊന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറുമാണ്. അവരുടെ സാന്നിധ്യം കൂടിയുണ്ട് എന്നുള്ളതാണ്. പ്രവീൺ തുടരുന്നു. പ്രവീൺ, ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുടെ സാന്നിധ്യത്തിൽ നടന്നൊരു വിവാഹം കൂടിയാണ് ശബരിമല തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തന്റെ വിവാഹ ചടങ്ങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ചടങ്ങിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കെടുത്തിരിക്കുന്നത്. അത്രയും സ്വാധീനമില്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അങ്ങനെ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുമോ പ്രവീൺ? ഗുഡ് മോർണിംഗ് അരുൺ. മന്ത്രി വി.എൻ. വാസവൻ ഇപ്പോൾ നമ്മോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കാര്യമാണ് എടുത്തു പറഞ്ഞത്. അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എല്ലായിടങ്ങളിലും അങ്ങനെ ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടി അവിടെ അങ്ങനെ നിന്നു. ആ ഒരു അർത്ഥത്തിലാണ് മന്ത്രി വി.എൻ. വാസവൻ ഇപ്പോൾ പ്രതികരിച്ചത്. ഏതായാലും തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തന്റെ ഈ ഒരു വിവാഹ ചടങ്ങിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മുഴുവൻ സമയവും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വസ്തുത. സ്വാഭാവികമായും ഒരു വിവാഹമാണ്, ക്ഷണിക്കപ്പെട്ടവർക്കെല്ലാം അവിടെ വരാം എന്നുള്ളതും ഒരു കാര്യമാണ്. പക്ഷേ ആ ചിത്രങ്ങളിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് താൻ അവിടെ ഒരു പ്രധാനപ്പെട്ട ആളാണെന്ന് അവിടെ വന്ന മറ്റു ആളുകളെ തോന്നിപ്പിക്കത്ത രീതിയിൽ അത്തരത്തിലുള്ള ഒരു ബിഹേവിയറും ഒരു ബോഡി ലാംഗ്വേജുമാണ് നമുക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആ ചിത്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് മന്ത്രി വി.എൻ. വാസവൻ വരനോട് ചില കാര്യങ്ങൾ കുശലം പറയുമ്പോൾ തൊട്ടടുത്ത് നിന്ന് അത് ആസ്വദിച്ചുകൊണ്ട് ചിരിക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രമാണത്. അതിനർത്ഥം എപ്പോഴും VIP-കളുടെ അടുത്ത് തന്നെ നിൽക്കാൻ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. നമുക്കറിയാൻ കഴിയുന്നത് തിരുവല്ലയിലെ വിജയ കൺവെൻഷൻ സെന്ററിൽ വിവാഹം നടക്കുന്നു. ആദ്യാവസാനം ആ വിവാഹ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ആ ചിത്രങ്ങളിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ആ രണ്ടുപേരും ഉണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകത തന്നെയാണ്. അരുൺ, ശരി, ഞാൻ ഒന്ന് TV പ്രസാദിലേക്ക് കൂടി പോയി വരാം. TV പ്രസാദ്, അത്രമേൽ സ്വാധീനമുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ നടന്ന ഒരു വിവാഹ ചടങ്ങിൽ മന്ത്രിക്കൊപ്പം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കെടുക്കുന്നു എന്നത് തന്നെ ആ ഉന്നത സ്വാധീനത്തിന്റെ തെളിവല്ലേ? അതും ഈ ദ്വാരപാലക ശില്പപാളി കൊണ്ടുപോകുന്നതിന് ഒരു മാസം പോലും ഇല്ല, എനിക്കൊന്ന് 2 ആഴ്ച മുമ്പാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അത്രമേൽ സ്വാധീനമുണ്ട് എന്നതിന്റെ തെളിവല്ലേ ഈ ദൃശ്യങ്ങൾ? TV പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഉറപ്പായും അരുൺ, അങ്ങനെ തന്നെ കരുതേണ്ടി വരും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആ ശരീരഭാഷ ഒന്ന് നോക്കൂ അരുൺ. ആ മന്ത്രിയോട് ചേർന്നാണ് നിൽക്കുന്നത്. അതിന്റെ തൊട്ടരികിലായി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ പത്മകുമാർ ഉണ്ട്, അനന്തഗോപനുണ്ട്. അങ്ങനെ ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് ആ മന്ത്രിയുടെ അടുത്ത്, ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ അടുത്ത് ഇത്രയും പ്രധാനപ്പെട്ട
CPIM-ന്റെ നേതാക്കന്മാരുടെ അടുത്ത് നിൽക്കാൻ കഴിയുമെന്ന് ആരും കരുതുന്നില്ല. മാത്രമല്ല, തമാശ പറഞ്ഞ് ചിരിക്കുന്ന നിലയിലുള്ള ചിത്രങ്ങളാണ് നമ്മളിപ്പോൾ പുറത്ത് വിടുകയും ചെയ്യുന്നത്. ഈ ചിത്രങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ VN വാസവൻ തന്നെ തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതുമാണ് എന്നുള്ളതാണ്. അരുൺ, ഇതിലുള്ള പ്രധാനപ്പെട്ട കാര്യം നമ്മൾ സംശയിക്കേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരാൾ ഈ പറയുന്ന വലിയ സ്വാധീനമുള്ള പലരുടെയും ഒരു ടൂൾ ആകുന്നു എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഒരുപക്ഷെ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡിലെ ഉന്നതരും ചേർന്നുള്ള വലിയ തിരക്കഥയാണ് ഇതിന്റെ പിന്നിൽ എന്ന് സംശയിക്കാവുന്ന കാര്യങ്ങളാണ് ഇന്നലെ ഹൈക്കോടതിയിലെ ഇടക്കാല ഉത്തരവിലെ കൂടി പുറത്തേക്ക് വന്നത്. അത് ഉന്നതരിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ സൂചന തന്നെയാണ്. ആ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം വെറും 2 ദിവസം കൊണ്ട് പൂർത്തിയാകുമ്പോൾ SITക്ക് കൈമാറും. വെള്ളിയാഴ്ച ശനിയാഴ്ചയോടുകൂടി അവരുടെ അന്വേഷണം പൂർണ്ണ തോതിൽ ആരംഭിക്കുന്നതോടുകൂടി ഇതിന്റെ ചിത്രം തെളിയും എന്ന കാര്യം ഉറപ്പാണ്. ഒരു കാര്യം വ്യക്തമാണ് ഈ ചിത്രത്തിലൂടെ അരുൺ, മന്ത്രിയോടായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോടായാലും നല്ല ബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അരുൺ, താങ്ക് യു. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. റിപ്പോർട്ടർ ബിഗ് എക്സ്ക്ലൂസീവ്. ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ചില തെളിവുകൾ ഇനിയും പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് വരുന്ന നിമിഷങ്ങൾക്കുള്ളിൽ റിപ്പോർട്ടർ പുറത്തുവിടും. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പുറത്തു വന്നിരിക്കുന്നത് അവിടെ ശബരിമലയിലെ ഉന്നതരുടെയുമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ള ബന്ധം തെളിയിക്കുന്ന ചിത്രങ്ങൾ കൂടിയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 34 മിനിറ്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗിന് വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം അല്പസമയത്തിനുള്ളിൽ റിപ്പോർട്ടർ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും. ശബരിമലയിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ അല്പസമയത്തിനുള്ളിൽ റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകർ കാത്തിരിക്കുക. സ്റ്റേ ട്യൂൺഡ്.